അപ്പോഴേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ നമ്മുടെ റൂമിൽ തന്നെ ഉള്ള ആപ്പിൾ മരങ്ങളൊക്കെയാണ്. ഇവിടെ ശരിക്കും മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നുമില്ല. ഇപ്പം പൂ പിടിച്ചിരിക്കുന്ന ഇത് ഗ്രീൻ കളർ ആപ്പിളാണ്. നമ്മളെ നാട്ടിൽ വലുതായിട്ട് കാണത്തില്ല എങ്കിൽ തന്നെ ഉണ്ട്. തൊട്ടടുത്തായിട്ട് ഒരു നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന സൈസ് ഒരു ആപ്പിളിൻ്റെ മരം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഉണങ്ങിപ്പോയി. അതിൻ്റെ ഒരു കുറ്റി മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. നമ്മൾ പിന്നെ അത് ഉണങ്ങിയപ്പോഴത്തേക്ക് മുറിച്ച് തൊട്ടപ്പുറത്തെ വീട്ടുകാർക്ക് വിറകായിട്ടങ്ങ് കൊടുത്തു. ഇതിന് ചെറിയൊരു പുളിപ്പൊക്കെ ഉള്ള ഒരു ആപ്പിളാണ്. ചെറിയൊരു പുളിപ്പുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പക്ഷെ മറ്റേ അവിടെ നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ചുവന്ന് നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കുന്ന സൈസ് ആപ്പിളായിരുന്നു. തൊട്ടപ്പുറത്ത് വേറെ നിൽപ്പുണ്ട്, അത് ചെറിയ പച്ച ആപ്പിളാണ്. നമ്മൾ അങ്ങോട്ട് പോവാം. ഞാൻ പറഞ്ഞ ഇതായിരുന്നു, പക്ഷേ അതങ്ങ് ഉണങ്ങിപ്പോയി. ചെറിയ ആപ്പിളായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഒരു നെല്ലിക്കയുടെ വലിപ്പം വരത്തുള്ളൂ. നല്ല ടേസ്റ്റായിരുന്നു അത്, പക്ഷേ ഉണങ്ങിപ്പോയി. അതേപോലെ തന്നെ ഇത് വേറൊരു പ്ലമ്മിൻ്റെയാണ്, ചെറുതായിട്ട് പിടിച്ചു വരുന്നേ ഉള്ളൂ. കണ്ടേ, അത് നമ്മൾ വലുതാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ വീഡിയോ നമുക്ക് എടുത്തിടാം. ഇതൊരു പേരമരം. പേര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സബർജല്ലിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. നാട്ടിലെ സബർജല്ലിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇവിടെ എന്താണ്ട് വലിയൊരു മൂട് ആപ്പിളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യം കാണിച്ച ആപ്പിളുണ്ട്, അതേപോലെ ഉള്ള ആപ്പിളായത്. പക്ഷെ നമ്മളിവിടെ ഒന്നും വിಚಾരമൊന്നും ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചതാണ്, ഉണങ്ങി കരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ആപ്പിൾ പിടിച്ചിരിക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്തിടാം. അത് കണക്ക് പ്ലമ്മും കാര്യങ്ങളും എല്ലാം ഇവിടെ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഈ കാമ്പൗണ്ടിൽ തന്നെ കുറേ പ്ലമ്മിൻ്റെ മരമെല്ലാം നിൽപ്പുണ്ട്. അതിൻ്റെ എല്ലാം കൂടെ വീഡിയോയും കൂടെ ഞാൻ എടുത്തിടാം. ഇനിയൊരു കറക്റ്റ് 1 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം നല്ല രീതിയിൽ കായെല്ലാം നല്ല രീതിയിൽ പിടിച്ച് നല്ല രീതിയിൽ പഴുത്ത് വരും. അപ്പോൾ നല്ല രസമായിരിക്കും, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ഒരു വീഡിയോ ഞാൻ എടുത്തിടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.